സനു, എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ലാതെ ഞാനും അനന്തും തമ്മിൽ സെറ്റാണ്. നിന്നെ പോലെ ഒരുത്തരൊന്നും എനിക്ക് സെറ്റാവില്ല. പിന്നെ എന്തിനാണ് ചുമ്മാ ഈ സൈക്കിയെ പോലെ എന്റെ പുറകെ നടക്കണേ? ലാസ്റ്റ് ആയിട്ട് ഞാൻ പറയാം, മേലെ നീ ഈ വക കാര്യം പറഞ്ഞ് എന്റെ പുറകെ വന്നിരുന്നു. അത് കാര്യം പറയാലോ. പറഞ്ഞോളൂ. ഹായ്. ഹായ്. എന്താ പേര്? സനു. ഇവിടെ അടുത്താണോ വീട്? അല്ല ബ്രോ, ഞാനിവിടെ ഒരു ആളെ കാണാൻ വന്നായിരുന്നു. ഇതേ ചായ വേണ്ട ബ്രോ. കുടിക്കൂറോ? ബ്രോ സോറി കേട്ടോ, ഞാൻ പുറകിൽ വന്ന സമയത്ത് ഇയാൾക്കൊന്ന് മെസ്സേജ് ഞാൻ കേട്ടായിരുന്നു. ഇല്ല കുഴപ്പമൊന്നുമില്ല, എനിക്കുള്ള അവസ്ഥ മനസ്സിലാവും. കാരണം ഇതുപോലത്തെ റിലേഷൻഷിപ്പ് എനിക്കുണ്ടായിരുന്നു. ചിന്നു അല്ല, എൻ്റെ റിലേഷൻഷിപ്പിൻ്റെ പേര് പറ. അവളുടെ ഒറിജിനൽ പേരിനേക്കാൾ ഇഷ്ടം എനിക്കതായിരുന്നു. എൻ്റെ പൊന്നെ ഒടുക്കത്തെ പ്രേമമായിരുന്നു. നമ്മൾ ഈ ലെറ്ററൊക്കെ എഴുതി പ്രേമിക്കൂല്ലേ പണ്ട്? ഏകദേശം ആ ഒരു ലൈനായിരുന്നു. നാട്ടും പുറത്തേക്ക് പാവം പങ്കച്ച്. പക്ഷെ ഉണ്ടല്ലോ, നമ്മൾ കുന്തളിച്ച് നടക്കുന്ന പ്രായത്തിൽ നമുക്ക് ഇതിൻ്റെ വില അറിയില്ല. ഒരു ദിവസം ഞാനായിട്ട് എന്ന് താല്പര്യം എന്ന് പറഞ്ഞ് ആ റിലേഷൻ വേണ്ടാന്ന് വെച്ചു. അന്ന് അവൾക്കുണ്ടായ ഷോക്ക് അതിപ്പോഴും ആലോചിക്കുമ്പോഴല്ല എനിക്ക്. വെറും പാവമായിരുന്നു അപ്പോൾ. അവൾ പോയി കഴിഞ്ഞതിന് ശേഷമാണ് അവൾ എന്തായിരുന്നു ഞാൻ ശരിക്കും റിയലൈസ് ചെയ്യണം. അപ്പോഴേക്കെല്ലാം കൈവിട്ടുപോയി. ആ ഒറ്റ കാരണം കൊണ്ടുണ്ടല്ലോ എനിക്ക് ഈ നിമിഷം വരെ എനിക്ക് ലൈഫിൽ മനസ്സമാനം കിട്ടിയിട്ടില്ല. പിന്നെ കുറെ കുടിച്ചും വലിച്ചൊക്കെ നടന്നു ലൈഫിൽ എന്ത് ചെയ്യണമെന്ന് പറയാണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ കിടക്കി ഇങ്ങനെ പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ തുടങ്ങി. പയ്യെ എല്ലാം ഫേസ് ചെയ്യാൻ പറ്റുന്നൊക്കെ ഒരു ധൈര്യമൊക്കെ വന്നു. ഉണ്ടല്ലോ നമ്മൾ ഈ വീണ് കിടക്കുന്ന സമയത്ത് നമ്മളെ സ്വന്തം തന്തയും തള്ളയും കൂട്ടുകാൻ കുറച്ച് കൂട്ടുകാർ മാത്രമേ കാണൂ. പിന്നെ ഇന്ന് നിന്നെ വേണ്ടാന്ന് പറഞ്ഞവള് നാളെ നീ അവൾക്ക് ആരെയും തിരിച്ചറിഞ്ഞ സമയം വരും. അവിടെ നീ സമാധാനമായിട്ട് ചായ പിൻഷി ചായ കുടിക്കി. ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ. വാ. വാടാ ഒന്ന് കറങ്ങിയിട്ട് വരാം. വാ ബ്രോ, കേറ് ബ്രോ. വാ. ഓക്കെ. നിനക്ക് ക്രിമണ്ണ് മേടിച്ചായിരുന്നോ? ഒരു പണ്ണും മേടിച്ചില്ല. ലാസ്റ്റ് നമുക്ക് ഇറച്ചിച്ചോറ് തന്നെ പോയാലോ? ഓക്കെ. വിശന്നിട്ട് മനുഷ്യന്റെ കുടല് കത്തി.